ശ്രീ എം ആർ അഭിലാഷ്, ഇത് എത്രത്തോളം നിർണായകമായ ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്? ഇപ്പോൾ നാളെ ഇത് വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടികളിലേക്ക് പോകേണ്ടി വരും. വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ ഈ ഒരു വിവരങ്ങൾ പൊതുജന മധ്യത്തിൽ വരുമെന്ന് ഉറപ്പിക്കാമല്ലേ? തീർച്ചയായിട്ടും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പോലൊരു ദേശീയ സ്ഥാപനം ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ ചട്ടുകമായി മാറി കോടതി ഉത്തരവ് അട്ടിമറിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിനെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്നത്തെ മഹനീയമായ ശക്തമായ ഉത്തരവിലൂടെ തടയുകയാണ് ചെയ്തത്. ഒരു നടപടിയും എടുക്കാതെ അവസാന നിമിഷം വരെയും ഒരു സ്റ്റെപ്പ് എടുക്കാതെ കോടതിയുടെ ഉത്തരവ് മറികടക്കുവാൻ വേണ്ടി ഒരു അപേക്ഷയുമായി ചെല്ലുന്ന ഒരു നടപടിക്രമം എന്ന് പറയുന്നത് അത് ഇഷ്യൂ ചെയ്തില്ല, ഒരു അവസാന അവസരം കൂടെ കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, അവരെ വ്യക്തമായി അവരെ നോട്ടീസും ആക്കുകയും ചെയ്തു. ഓർഡർ കംപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോടതി ഇലക്ഷൻ നടപടിയിലേക്ക് കടക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ജനാധിപത്യം അറിയേണ്ടതായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ഈ കേസിൽ പുറത്തുവിട്ടു. വിശദമായ വിവരങ്ങൾ അല്ലെങ്കിൽ കൂടിയും ഈ സ്റ്റേജിൽ ജനാധിപത്യം അറിയേണ്ടതായിട്ടുള്ള എസൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ പറഞ്ഞിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ പുറത്തു വരുവാൻ ഏതാണ്ട് നമുക്ക് വിശ്വസിക്കാം. ശ്രീ എം ആർ അഭിലാഷ്, ഒരു കാര്യം, ഇപ്പോൾ എത്ര പാർട്ടികൾ എത്രയൊക്കെ ബോണ്ടുകൾ വാങ്ങി എത്ര പണം അവരുടെ കയ്യിൽ എത്തിയെന്ന് ജനങ്ങളറിയാം, അത് ശരിയാണ്. പക്ഷെ ആരൊക്കെ കൊടുത്തു, അതിപ്പോൾ പല വ്യക്തികളുണ്ടാകാം, സ്ഥാപനങ്ങളുണ്ടാകാം. അത് നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ ഇന്ന പാർട്ടിക്കാണ് ഒരാൾ ഇത്രയധികം കൊടുത്തതെന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെയൊക്കെ അങ്ങനെ നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയും. അതും കൂടി വ്യക്തമാക്കണമെന്നാണോ കോടതി പറയുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു കോടതിയുടെ തീരുമാനം? ഇത് ആരുടെയൊക്കെ വിവരങ്ങൾ പുറത്തറിയിക്കണമെന്നാണ് ശരിക്കും? ഞാൻ മറ്റൊരു കോടതിയിലായിരുന്നതുകൊണ്ട് ഡിക്റ്റേറ്റ് ചെയ്തത് അസച്ച് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 17 കോടതിയില്ലേ സുപ്രീം കോടതി. അപ്പോൾ ഇത് കോടതിയുടെ ഉത്തരവിൽ ഡിഫൻസായിട്ട് ഇവർ പറഞ്ഞത് എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ കേസിനെ ഈ 2 സൈലോസിലായിട്ടാണ് ഈ ഇൻഫർമേഷൻ സൂക്ഷിച്ചിരിക്കുന്നത്. അത് പ്രോസസ് ചെയ്ത് അത് കോർ ആയിട്ട് SBIയുടെ കേന്ദ്ര സ്ഥാപനത്തിന് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഇത് പ്രോസസ് ചെയ്തു വരാൻ സമയമെടുക്കും എന്നുള്ളതാണ്. അത് പിന്നീടാണെങ്കിൽ തന്നെയും അത് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളത് നാം തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള കൊടുത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വകാര്യമായിട്ടുള്ള അവരുടെ തീരുമാനം പൊതുജന മധ്യത്തിലേക്ക് ചെല്ലുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അറിയുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു ഗൗരവമുണ്ട്. പക്ഷേ ഒരു ഗ്രേറ്റർ പബ്ലിക് ഗുഡ് എന്നുള്ള, അല്ലെങ്കിൽ വലിയ പൊതുനന്മ എന്താണ് എന്നുള്ളതിൽ ഊന്നിക്കൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വന്നത്. അപ്പോൾ അതെങ്ങനെയാണത് അവരെ ബാധിക്കുക, ജനങ്ങളെ ബാധിക്കുക എന്നൊക്കെ ഉള്ളത് കോടതി പിന്നീട് പരിഗണിക്കുവാനുള്ള സാധ്യത കുറവാണെങ്കിൽ കൂടിയും അത്തരത്തിലുള്ള അപേക്ഷയൊക്കെ പിന്നീട് വന്നുകൂടായികയില്ല. അതൊക്കെ നാം കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്.